Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, ഇന്ന് ആരാണ് prayer? പ്രയർ മലയാളത്തിൽ ചൊല്ലിയാൽ മതി മിസ് എന്ന്. മതി. ഓക്കെ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ പിഞ്ചു കൈയിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. താങ്ക് യു. In the course of the day, ആരാണ്? ഞാൻ പറയാം മാം. Okay. Every day is a new beginning. Take a deep breath, smile and start again. Signing in Ansi. Okay. Last class നമ്മൾ factors influencing emotional development അല്ലേ പഠിച്ചത്? അതെ മാം. എന്തെല്ലാമാണ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇന്റലിജൻസ്, ഫാമിലി, സോഷ്യൽ അറ്റ്മോസ്ഫിയർ, പിയർ ഗ്രൂപ്പ്സ്, കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്, ഇതെല്ലാം നമുക്ക് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇമോഷണൽ ഡെവലപ്മെന്റ് കാര്യത്തില് നമുക്ക് ടീച്ചേഴ്സിന് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഇമോഷണൽ ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയാ, റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. Physical weakness, deformities, illness, etc. If any, should be recognized at the time of school entrance, and medical aid should be made available for the children. അപ്പൊ നമ്മൾ എന്തെങ്കിലും കുട്ടികൾക്ക് ബലഹീനതയോ വൈകല്യങ്ങളോ ഉണ്ടോ എന്ന് നേരത്തെ മുൻകൂട്ടി എന്ത് ചെയ്യുക? സ്കൂൾ എൻട്രൻസിന് അത് ഉദ്ദേശിക്കുന്നത് എന്താ? ഷുഡ് ബി റെക്കഗ്നൈസ് അറ്റ് ദ ടൈം ഓഫ് സ്കൂൾ എൻട്രൻസ്. മുൻകൂട്ടി എന്ത് ചെയ്യുക? തിരിച്ചറിയുകയും അതിനാവശ്യമായിട്ടുള്ള മെഡിക്കൽ എയ്ഡ് അവൈലബിൾ ആക്കുകയും വേണം. അങ്ങനെ ആ കുട്ടിയുടെ എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ പോകാൻ വേണ്ടി ടീച്ചേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സാധാരണയായിട്ട് ഇൽനെസ്സോ ഡിഫോർമാലിറ്റീസ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എന്താണ് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നമുക്ക് പറയാം. സാധാരണ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എന്താ പറയാ ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കില്ല ചിലപ്പോൾ എന്തെങ്കിലും വീക്ക്നെസ് ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ആണ് അവർക്ക് എക്സ്ട്രാ ആയിട്ട് വേണ്ടത് എന്ന് തിരിച്ചറിയുകയും അത് അവൈലബിൾ ആക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? ടീച്ചേഴ്സിന്റെയാണ്. Teachers should try to find active cooperation of the parents in making the atmosphere of the home suitable for active emotional development. അപ്പൊ ആദ്യത്തെ കാര്യം പറഞ്ഞു എന്താണ്? ഇതൊരു ഫിസിക്കൽ വീക്ക്നെസ് ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും എന്താണ് എക്സ്ട്രാ എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചർ എന്തെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അത് സ്കൂളിൽ അത് ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ടീച്ചേഴ്സിനാണ്. അത് മുൻകൂട്ടി കാണി അത് ഒരുക്കി കൊടുക്കേണ്ടത് ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. ഇനി ടീച്ചേഴ്സിന്റെ അടുത്തൊരു ഉത്തരവാദിത്തമാണ് പറയുന്നത് നമ്മളുടെ കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് മെയിൻ ആയിട്ട് എവിടെ നിന്നാണ് ഗ്രോ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഫാമിലീസ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫാമിലിയില് പാരന്റ്സിന്റെ കോപ്പറേഷനോട് കൂടി തന്നെ ഒരു ബെറ്റർ എന്താണ് അറ്റ്മോസ്ഫിയർ ആ ഫാമിലി നമ്മുടെ ഹോമിൽ ബെറ്റർ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യണം? നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ ബെറ്റർ അറ്റ്മോസ്ഫിയർ ആണ് കുട്ടികൾക്ക് കിട്ടണമെന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? ടീച്ചേഴ്സിന്റെയാണ്. The interpersonal relationship in a school should be such that it should provide emotional security and sense of belongingness to children. അപ്പൊ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടാവും സ്കൂളുകളിൽ. എന്താ പറയാ വ്യക്തിപരമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്,
ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ഗ്യാങ്ങൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും എന്ത് ചെയ്യുക, സപ്പോർട്ട് ഒക്കെ ചെയ്യുക. കാരണം ഇമോഷണൽ സെക്യൂരിറ്റി, സെൻസ് ഓഫ് ബിലോങ്നെസ്, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് പറയുന്നത് ചിലപ്പോൾ ചില കുട്ടികളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാം. പ്രൊവൈഡ് ഡൈവേഴ്സ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, നമ്മൾ കരിക്കുലർ ആക്ടിവിറ്റീസിൽ കുറച്ചും കൂടി എന്ത് ചെയ്യാം, കുറച്ചും കൂടി വൈവിധ്യമായിട്ടുള്ള കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ നോക്കാം. ഫോർ ദ ഫുൾ എക്സ്പ്രഷൻ ആൻഡ് ഔട്ട്ലെറ്റ് ഓഫ് ദ പ്ലെന്റ് ഓഫ് ഇമോഷണൽ എമർജൻസീസ്, നമ്മൾ എന്താ പറയുക, കുറച്ച് ഇമോഷണൽ എമർജൻസീസ് ഒക്കെ അനുസരിച്ച് നമ്മൾ നല്ല രീതിയിലുള്ള കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കാം. അഡോപ്റ്റ് ഡൈനാമിക് പ്രോഗ്രസീവ് ചൈൽഡ് സെന്റേർഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ്, നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡൈനാമിക് ആയിട്ടുള്ള പ്രോഗ്രസീവ് ചൈൽഡ് സെന്റേർഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്. ഓരോ കുട്ടിയും പേഴ്സണൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് ഇങ്ങനത്തെ രീതിയിലായിരിക്കണം പഠിപ്പിക്കേണ്ടത്, ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾക്ക് കുട്ടികളെ എന്ത് ചെയ്യേണ്ടത്, ട്രെയിൻ ചെയ്യേണ്ടത്. Okay, the children should be diverse, love and sympathy from the teachers. നമ്മൾ ടീച്ചേഴ്സ് ആയിരിക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് നല്ല രീതിയിൽ, നല്ലൊരു സ്നേഹത്തോടു കൂടിയും ഒരു സിമ്പതിയോട് കൂടിയും വേണം അവരോട് എന്ത് ചെയ്യാനായിട്ട് പെരുമാറാൻ വേണ്ടിയിട്ട്. ഇമോഷൻസ് ആർ കോഡ് ആൻഡ് ആർ നോട്ട് ടോട്ട്. ഇമോഷൻസ് എപ്പോഴും നമ്മൾ എന്താണ്, പെട്ടെന്ന് സംഭവിക്കുന്നതാണ്, അല്ലാണ്ട് നമ്മൾ ചെയ്യുന്നതൊന്നും ഇമോഷൻസ് അല്ല. ടു പ്രൊവൈഡ് മോറൽ എഡ്യൂക്കേഷൻ ടു ഓൾ ഗ്രൂപ്പ്സ്, നമ്മൾ ഒരു മോറൽ എഡ്യൂക്കേഷൻസ് കുട്ടികളുടെ ഇടയിൽ ഒരു മോറൽ എഡ്യൂക്കേഷൻസ് എന്ത് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് സെക്സ് എഡ്യൂക്കേഷൻ ടു അഡോളസെന്റ് ദാറ്റ് വിൽ ഹെൽപ്പ് ദം ടു അറ്റൈൻ ഇമോഷണൽ ബാലൻസ് ആൻഡ് ടോളറൻസ്. അതേപോലെ തന്നെ ഒരു മോറൽ എഡ്യൂക്കേഷൻ കൊടുക്കുക. അതേപോലെ തന്നെ എന്താണ്, കുട്ടികൾക്ക് അഡോളസെന്റ് ഏജിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഒരു ഇമോഷണൽ ബാലൻസും ടോളറൻസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇമോഷണലി കുറച്ചും കൂടി ഇംബാലൻസ് ആയിട്ടുള്ള സ്റ്റേജ് ആണ് ഇത് അഡോളസെന്റ് ഏജ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, സെക്സ് എഡ്യൂക്കേഷനും അതേപോലത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വളരെയധികം എന്താണ് ഉപകാരപ്പെടും. ഇത്രയും കാര്യങ്ങളാണ് ഒരു ടീച്ചർക്ക് എന്താ പറയാ ഇമോഷൻ ഡെവലപ്മെന്റിൽ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് വായിച്ചു നോക്കി. മിസ്, ആ മൂന്നാമത്തെ പോയിന്റ്സ് ഒന്ന് പറഞ്ഞു തരുമോ? ആണ് പേഴ്സണൽ റിലേഷൻഷിപ്സ് ഉണ്ടാവും സ്കൂളുകളിൽ. നമുക്ക് ഒരു ഫ്രണ്ട്സും അല്ലെങ്കിൽ അതേപോലത്തെ വ്യക്തിപരമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അത് നല്ല രീതിയിൽ ഇമോഷണൽ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് ഒരാള് ഒരു കുട്ടിക്ക് എന്താ പറയുക സെൻസ് ഓഫ് ബിലോങ്നെസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്
അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. സാധാരണ പറയുകയാണെങ്കിൽ നമുക്കൊരു ഫ്രണ്ട് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും നമുക്ക് അവൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പുണ്ടല്ലോ, അതാണ് ഈ പറയുന്ന സെൻസ് ഓഫ് ബിലോങ്നെസ് അല്ലെങ്കിൽ ഇമോഷണൽ സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്കൂളുകളിലാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, വ്യക്തിപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് കേട്ടോ. മാം 7th പോയിന്റ് ഒന്ന് പറഞ്ഞു. അതാ ഇമോഷൻസ് ഇമോഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുന്നതാണ്, അക്യൂർ ചെയ്യുന്നതാണ്, കോട്ട് ചെയ്യുന്നതാണ്. അല്ലാണ്ട് നമ്മളത് ചിന്തിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഒരാൾ നമ്മളെ എന്ത് ചെയ്യുന്നതല്ല, പഠിപ്പിക്കുന്നതല്ല. ഇന്നതായിരിക്കും ഇങ്ങനൊരു സാഹചര്യത്തിലുള്ള ഇമോഷൻസ് എന്നുള്ളത് എന്താണ്, നമ്മൾ ആരെയും പഠിപ്പിക്കുന്നതല്ല, നമ്മൾ ആരും പഠിപ്പിക്കുന്നില്ല, പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം, അക്യൂർ ചെയ്യുന്നതാണ്. ഓക്കെ, ഇമോഷൻസ് ആരും പഠിപ്പിക്കുന്നില്ല, പക്ഷെ നമ്മളത് എന്ത് ചെയ്യുന്നു, അക്യൂർ ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. വായിച്ചു നോക്കിയാലും ഡൗട്ട് ജസ്റ്റ് ഓരോ കാര്യങ്ങളിലും റെസ്പോൺസിബിലിറ്റീസ് ആണ് പറഞ്ഞിട്ടാ. 7th പോയിന്റ് ഒന്ന് പറഞ്ഞിരുന്നു. 7th പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമോഷൻസ് കോട്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മള് എന്താ പറയാ, നമ്മളത് അക്യൂർ ചെയ്യുന്ന ഓരോ വ്യക്തിയും ഓരോരുത്തരും ഓരോ സാഹചര്യത്തിൽ അത് എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ അക്യൂർ ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മളെ പഠിപ്പിക്കുന്നതല്ല, അവരെ എന്ത് ചെയ്യുന്നതല്ല. വി ആർ നോട്ട് ടോട്ട് എന്ന് നമ്മളെ പഠിപ്പിക്കണല്ല. എന്നുവെച്ചാൽ നമ്മളോട് ഒരാൾ പറഞ്ഞു തരല്ല, ഇന്ന സാഹചര്യത്തിൽ ഇനി ഇമോഷനാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് നമുക്ക് ആരും എന്ത് ചെയ്യുന്നില്ല, കാര്യങ്ങൾ പറഞ്ഞു തരുന്നില്ല. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം, അക്യൂർ ചെയ്യണം. നമ്മളുടെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഓരോ സാഹചര്യത്തിൽ നമ്മൾ ഒബ്സർവ് ചെയ്തും ഒക്കെയാണ് നമ്മൾ ഈ ഇമോഷൻസ് എന്ത് ചെയ്യണത്, കണ്ടുപിടിക്കുന്നത് കേട്ടോ. അത്രേ ഉള്ളൂ. ഇമോഷൻസ് ആർ കോഡ്, ദേ ആർ നോട്ട് കോഡ്. അല്ലെങ്കിൽ നമ്മളത് ആ ഒരു രീതിയിൽ എടുത്താൽ മതി. ഓക്കെ ആണത്. ഓക്കെ മാം. നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ ഡെവലപ്മെന്റ് നോക്കണം കേട്ടോ. ഓക്കെ, ഇനി സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് ടെസ്റ്റിലെ സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ഇൻസെൻസിൽ തുടങ്ങുന്നത്. നമുക്ക് സോഷ്യൽ ഡെവലപ്മെന്റിനെ കുറിച്ച് ബേസ് അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ സോഷ്യൽ ഡെവലപ്മെന്റ് ഒരു ചെറിയ എന്താ പറയാ മീനിങ് അയച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കട്ടെ എല്ലാവരും. കാണുന്നുണ്ട് എല്ലാവരും? Okay. Social development or socialization implies the development of individuals. Social development അല്ലെങ്കിൽ socialization എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റ്സിനെയാണ് അത് കാണിക്കുന്നത്. In such a way,
he become useful member of the society or group. അത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ്, ആ ഒരു വ്യക്തി എങ്ങനെയാണ് നമ്മളുടെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള മെമ്പർ ആവുന്നത്, ഒരു സൊസൈറ്റിയിലെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സൊസൈറ്റിക്ക് എന്താ പറയാ നല്ല രീതിയിൽ അല്ലെങ്കിൽ ആ സൊസൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെമ്പർ ആവുക എന്നതാണ് ഇവിടെ വരുന്നത് സോഷ്യലൈസേഷനിൽ വരുന്നത്. Social development or socialization implies the development of an individual in such a way as he became a useful member of the society or group. നമ്മളുടെ ഈ സൊസൈറ്റിയിലെ അല്ലെങ്കിൽ ഗ്രൂപ്പിലെ ഒരു യൂസ്ഫുൾ മെമ്പർ ആയിട്ട് മാറുക എന്നതാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കുട്ടീനെ സംബന്ധിച്ച് അവൻ ജനിച്ചു വരുമ്പോൾ തന്നെ അത്ര സോഷ്യലബിൾ ഒന്നും ആവില്ല. അപ്പൊ നല്ലൊരു മെമ്പർ ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മളെ പോലത്തെ ടീച്ചേഴ്സും അതേപോലെ പാരന്റ്സും എന്ത് ചെയ്യേണ്ടത്, എഫേർട്ട് എടുക്കേണ്ടത്. കാരണം അവൻ നാളെ ഒരിക്കലും നമ്മുടെ സൊസൈറ്റിക്ക് ഒരു ഭീഷണിയായിട്ട് വളരാൻ പാടില്ല. എന്നാലും നമ്മുടെ സൊസൈറ്റിക്ക് നല്ലൊരു എന്താ പറയാ ഒരു മുതൽക്കൂട്ട് ആദ്യം വേണം. ഇപ്പൊ സാമൂഹിക വികസനം അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം എന്ന് പറയട്ടെ, സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ ഡെവലപ്മെന്റ് തന്നെ പറയുന്ന പേരാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തി സാമൂഹികമോ ഗ്രൂപ്പിലോ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു അംഗമായി മാറുന്നതിന് അവന്റെ എന്താ പറയാ ഒരു വികസനത്തെ അല്ലെങ്കിൽ അവന്റെ ഒരു വികാസത്തെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി സാമൂഹിക വികസനം എന്നാൽ സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരു പക്വത കൈവരിക്കുക. നമ്മൾ എന്താ പറയാ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അറ്റൈനിങ് എ മെച്യൂരിറ്റി ഇൻ സോഷ്യൽ സെറ്റിംഗ്സ്. നമ്മൾ സോഷ്യൽ സെറ്റിംഗ്സിൽ ഒരു പക്വത കൈവരിക്കുക എന്നതാണ് എന്ത് സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്നതുകൊണ്ട് മനസ്സിലാക്കണം കേട്ടോ. മനസ്സിലായോ? അത് എഴുതിയെടുത്ത സോഷ്യൽ ഡെവലപ്മെന്റ് ഓർ സോഷ്യലൈസേഷൻ. Social development or socialization implies the development of an individual in such a way as he becomes a useful member of the society or group. നമ്മൾ എന്താണ് എഴുതി ടൈപ്പ് ചെയ്തിട്ടുണ്ടടാ, അതൊന്ന് നോക്കിയാ മതി. കണ്ടോ? നോക്കിട്ടോ. കണ്ടില്ലല്ലോ മാം. കാണാൻ പറ്റുന്നില്ലേ? ഇല്ല, കണ്ടില്ല. 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, നോക്കിയേ, ഇപ്പൊ നോക്കിയടാ. ഓക്കെ ഓക്കെ, കണ്ടു. ഓക്കെ കേട്ടോ. എഴുതി കഴിഞ്ഞിട്ടൊന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. അത് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലായില്ലേ? ഡെവലപ്മെന്റ് മനസ്സിലായി. ഓക്കെ എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. സോഷ്യലൈസേഷൻ എപ്പോഴാ സ്റ്റാർട്ട് ആവണത്? സോഷ്യലൈസേഷൻ ഒരു കുട്ടീനെ വെച്ച് നോക്കാട്ടോ. കുട്ടി ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു 3 മാസമൊക്കെ ആവുമ്പോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു 6 weeks അല്ലെങ്കിൽ ഒരു 6 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും അവന്റെ അമ്മേനെ കണ്ടാൽ തിരിച്ചറിയാൻ തുടങ്ങും ഇല്ലേ? അങ്ങനെയാണ് എന്താ പറയാ ഒരു ആൾക്കാരെ കാണുമ്പോൾ അല്ലെങ്കിൽ കുറച്ചൊരു സോഷ്യലൈസേഷൻ തുടങ്ങിയാണ്. അപ്പൊ ബിഗിനിങ് വിത്ത് ഫസ്റ്റ് കോണ്ടാക്ട് വിത്ത് അതർ പീപ്പിൾസ്. അവൻ ആദ്യം ആരായിട്ടാണോ ആ ഒരു കോണ്ടാക്റ്റിൽ വരുന്നത് അവരെ കണ്ടാൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്തോടെ. അമ്മ, അച്ഛൻ, അവരെയൊക്കെയാണ് ആദ്യം അവര് എന്ത് ചെയ്യണം, തിരിച്ചറിയണത്. അപ്പൊ ആദ്യം ഇപ്പൊ നമ്മളൊക്കെ പാരന്റ് ആയ സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ആദ്യം നമ്മളോടാണ് കുറച്ച് അറ്റാച്ച്മെന്റ് തുടങ്ങുന്നത്. കുട്ടികൾക്ക് ജനിച്ച കുട്ടികൾക്ക് അമ്മമാരോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ്. പിന്നെയാണ് അവൻ അച്ഛനെ തിരിച്ചറിയണത്. അവൻ സ്ഥിരമായിട്ട് അച്ഛനെ കാണാൻ തുടങ്ങുമ്പോൾ അച്ഛൻ വരുമ്പോ എന്ത് ചെയ്യും, സ്മൈൽ ചെയ്യാൻ തുടങ്ങും, ചെറിയൊരു ചിരിയൊക്കെ തുടങ്ങും, ഒരു ചെറിയ ചിരിക്കാനൊക്കെ തുടങ്ങും. അതൊരു മനസ്സിലായി തുടങ്ങി നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മറ്റാൾക്കാർ ആദ്യമായി ഇങ്ങനെ കോണ്ടാക്റ്റിലേക്ക് വരുമ്പോ ആദ്യമൊക്കെ അവൻ എന്തെങ്കിലും മടിച്ചു നിന്നിട്ട്
പിന്നെ അവരൊന്ന് കമ്പനിയൊക്കെ ആയിട്ട് തുടങ്ങും. പിന്നെ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതകാലം മുഴുവനും നമ്മൾ സോഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലൈഫ്, ജീവിതത്തിലുടനീളം തുടർന്നുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ സൊസൈറ്റിയിലേക്ക് ചെല്ലുകയാണ്, നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, സോഷ്യലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പുതിയൊരു ഗ്രൂപ്പിലേക്ക് ചെല്ലുകയാണ്, വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാറിക്കൊണ്ടിരിക്കുകയാണ്. വൺ ഓർ മോർ ഡെവലപ്മെന്റ് ഇൻ ലൈഫ്, നമ്മളിങ്ങനെ എപ്പോഴും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്, സോഷ്യലൈസേഷൻ ആണ്. നമ്മളിപ്പോ ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ചിട്ട് പഠിക്കുന്നു. ആദ്യം നമുക്ക് ഇതായിട്ട് അത്ര കംഫർട്ടബിൾ ആയിട്ടൊന്നും തോന്നില്ല, കാരണം ഓൺലൈൻ ആയിട്ടാണ് പഠിക്കുന്നത്. അത് കൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. ഇപ്പൊ പക്ഷെ നമ്മൾ ട്രെയിൻഡ് ആയി, നമ്മളിപ്പോ കുറച്ചും കൂടി സോഷ്യൽ ആയില്ലേ, നമുക്കിപ്പോ ഏകദേശം എല്ലാവരെയും അറിയാം. എനിക്ക് കുറച്ചറിയാത്ത ഉണ്ടാവുള്ളൂ, പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ നന്നായിട്ട് എല്ലാവരായിട്ട് അറിയാം. കൂടുതൽ നമ്മള് സംസാരിക്കുകയൊക്കെ ചെയ്തു തുടങ്ങി, കുറച്ചും കൂടി സോഷ്യലൈസ് ആയി. ഇനി ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും വേറൊരു സൊസൈറ്റിയിലേക്ക് പോവുകയാണ്. നമ്മൾ പഠിപ്പിക്കാനൊക്കെ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ കുട്ടികളും അവിടുത്തെ ടീച്ചേഴ്സും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്ഡ് ആവുകയാണ്. ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ അഡോപ്റ്റ് ആവുകയാണ്. നമ്മൾ ഓരോ സ്റ്റേജസിലൂടെയും നമ്മൾ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും വലിയ ആളൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ ഡെവലപ്മെന്റ് കൈവരിച്ചു എന്ന് വിചാരിക്കും, പക്ഷെ അല്ല, നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലൈഫ് ലോങ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിങ്ങനെ സോഷ്യൽ ഡെവലപ്മെന്റ് സംഭവിക്കുകയാണ്. എങ്ങനെയാണ് ഈ സോഷ്യൽ ഡെവലപ്മെന്റ്? ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് വഴി മറ്റുള്ള ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യുന്ന ഒരു ഇടപെടലിലൂടെയാണ് നമ്മൾ ഈ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നത്, മൊത്തമായിട്ട് കൈവരിക്കുന്നത്. ഈ സോഷ്യൽ ഡെവലപ്മെന്റ് സോഷ്യലബിൾ ആവുന്നത്, മറ്റുള്ളവരോട് പെരുമാറുന്നതും അവരോട് സംസാരിക്കുന്നതും അവരെ റെസ്പെക്ട് ചെയ്യുന്നതും അതിലൂടെയൊക്കെയാണ് നമ്മൾ എന്തിനാ സോഷ്യൽ ഡെവലപ്മെന്റ് കൈവരിക്കുന്നത്. ഹെൽപ്സ് ഇൻ ലേണിംഗ് ആൻഡ് അക്വയറിംഗ് സോഷ്യൽ ക്വാളിറ്റീസ്. നമ്മളിങ്ങനെ ഓരോരുത്തരോട് പെരുമാറുമ്പോഴും അവരോടുള്ള ഒരു എന്താ പറയാ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് അവരിൽ നിന്ന് ഒരുപാട് ക്വാളിറ്റീസ് അക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നിങ്ങള് ഇപ്പൊ ജസ്റ്റ് ടീച്ചറിനോട് നല്ല രീതിയിൽ പെരുമാറുന്ന ജസ്റ്റ് ടീച്ചറിന്റെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഞങ്ങൾ ടീച്ചേഴ്സിന്റെ ഇടയിൽ തന്നെ ജസ്റ്റ് ടീച്ചറിന് ഒരുപാട് എന്താ പറയാ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ടീച്ചറിന്റെ ഒരുപാട് ക്വാളിറ്റീസ് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതേപോലെ ഓരോ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റീസും നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. അപ്പൊ എല്ലാവർക്കും അതേപോലെ എന്ത് ചെയ്യണ്ടാവും, അങ്ങനെ ഓരോ ക്വാളിറ്റീസ് ഉണ്ട്, ഓരോരുത്തർക്കും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരാളോട് ഇടപെടുമ്പോ അയാളുടെ ആ ക്വാളിറ്റീസ് ചിലപ്പോൾ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ തോന്നും, അക്വയർ ചെയ്യാനായിട്ട് തോന്നും. സോ അത് നമ്മൾ സാമൂഹിക ഗുണങ്ങൾ പഠിപ്പിക്കുന്നതിനും മറ്റുള്ളവരെ സഹായിക്കാനും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സോഷ്യലൈസേഷനിലൂടെ മറ്റുള്ളവരോടുള്ള ഈ സോഷ്യൽ ഇടപെടലിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്വയർ ചെയ്യാൻ പറ്റും. എനേബിൾ ദ ചൈൽഡ് ടു അഡ്ജസ്റ്റ് ഹിംസെൽഫ്. സ്വയം ക്രമീകരിക്കാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അവനെ പറ്റും. സോഷ്യലൈസേഷൻ വരുമ്പോ അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റിലൂടെ അവന് മറ്റുള്ളവരായിട്ട് എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അവൻ ഒരു ഫാമിലിയിൽ എങ്ങനെയായിരുന്നു പെരുമാറുന്ന അതായിരിക്കില്ല അവരുടെ സ്കൂളുകളിൽ മറ്റുള്ള കുട്ടികളോടൊപ്പം ഇരുന്ന് പഠിക്കുമ്പോൾ അവൻ കുറച്ചും കൂടി എന്തായിരിക്കും, സോഷ്യലബിൾ ആയിരിക്കും. കാരണം അവനറിയാം ഇവിടെ എല്ലാവരും ഒരേപോലെയാണ്, എല്ലാവർക്കും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് അത് ലേൺ ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ അവന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇത്രയുമാണ് സോഷ്യൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയാനായിട്ട്. ഒരു വ്യക്തി ഒരു ബിഗിനിങ് മുതൽ അവന് ആദ്യം കൊച്ചായിരിക്കുന്ന സമയത്ത് ആ കോണ്ടാക്ട് മുതൽ അവൻ എന്ത് ചെയ്ത് തുടങ്ങിയിരിക്കുക, സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് അക്വയർ ചെയ്യാണ്. ആദ്യം തന്നെ അവൻ സോഷ്യലി എൻഗേജ് ആവണവരാണ് അമ്മ അച്ഛൻ അങ്ങനത്തെ റിലേഷൻ അവരായിട്ടായിരിക്കും, പാരന്റ്സ് ആയിട്ടായിരിക്കും. പിന്നെ മറ്റുള്ളവരായിട്ട് കോണ്ടാക്റ്റിൽ വരും, അവരായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവനിങ്ങനെ അക്വയർ ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മൾ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവനും ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് ആണ്. ഇത് കോൺസ്റ്റന്റ് ഇന്ററാക്ഷൻ വഴിയാണ്, മറ്റുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് മൂലമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോഷ്യൽ ഡെവലപ്മെന്റ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ അക്വയർ ചെയ്യാനും സോഷ്യൽ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാനും നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനേബിൾ ദ ചൈൽഡ് ടു അഡ്ജസ്റ്റ് ഹിംസെൽഫ്. ഒരു കുട്ടി അവനെ അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, നമ്മുടെ സൊസൈറ്റിയിൽ അഡ്ജസ്റ്റബിൾ ആവാൻ വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ഡെവലപ്മെന്റ് അവനെ അക്വയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് സോഷ്യൽ ഡെവലപ്മെന്റിൽ പറയാനുള്ളത്. സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമൂഹ്യ വികസനം, ഒരു സാമൂഹ്യ അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം എന്ന് പറയാം. ഒരു വ്യക്തി അല്ലെങ്കിൽ സമൂഹത്തിലോ ഗ്രൂപ്പിലോ എന്താ പറയുക ഉപയോഗപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഇഫക്റ്റീവ് മെമ്പർ ആവാൻ വേണ്ടി അല്ലെങ്കിൽ യൂസ്ഫുൾ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് അവൻ നടത്തുന്ന ആ പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് പറയും, സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയും.
സാമൂഹിക പശ്ചാത്തലത്തില് ഒരു പക്വത കൈവരിക്കുക, സോഷ്യൽ മെച്യൂരിറ്റി കൈവരിക്കുകയാണെങ്കിൽ അവൻ എന്താണ് സോഷ്യലൈസ്ഡ് ആണെന്നൊക്കെ പറയും. ഓക്കെ, ഇത്രയുമാണ് സോഷ്യൽ ഡെവലപ്മെന്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മള് സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫൻസിയുടെ ടൈമിലുള്ള സോഷ്യൽ ഡെവലപ്മെന്റ്, കുട്ടി ജനിച്ച് ആ ഒരു ടൈം, ഒരു എന്താ ഇൻഫൻസി എന്ന് പറയുന്നത് 1 year ആണ്. ആ ഒരു ടൈമിൽ എങ്ങനെയാണ് സോഷ്യൽ ഡെവലപ്മെന്റ് നോക്കാം കേട്ടോ. അറ്റ് ബർത്ത് ഇൻഫൻസ് ആർ നോ സോഷ്യലബിൾ. ജനിച്ച ഉടനെ എല്ലാ കുട്ടികളും സോഷ്യലബിൾ ആണോ? അല്ല. അവർക്ക് പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവർ ഇത്രയും നാള് പരിചയമില്ലാത്ത ഒരു പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവനത് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് ചിലപ്പോൾ കരഞ്ഞുകൊണ്ടായിരിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളുടെയൊക്കെ മക്കള് ചിലപ്പോൾ ജനിച്ച ആ ഒരു സമയത്ത് ഭയങ്കര കരച്ചിലാണ്. അത് അവന് നമ്മളുടെ ആ ഈ അറ്റ്മോസ്ഫിയർ അവന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അഡ്ജസ്റ്റ് ആവുന്നില്ല. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, കരയുന്നു. അവന്റെ ആ ഒരു കാര്യങ്ങൾ അവനത് പ്രകടിപ്പിക്കുകയാണ്. അറ്റ് ബർത്ത് ഒരു കുട്ടി, ഒരു ഇൻഫന്റും എന്തല്ല, സോഷ്യലൈസ് അല്ല, സോഷ്യലബിൾ അല്ല. സാമൂഹ്യവൽക്കരണം ഒന്നും സംഭവിക്കാത്ത പ്രസന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ് ആര്, ഫസ്റ്റ് നമ്മൾ ജനിച്ച ഉടനെ ഉള്ള കുട്ടികൾ എന്ന് പറയുന്നത്. അറ്റ് അറൌണ്ട് 6 weeks, ഒരു 6 ആഴ്ച കഴിയുമ്പോ അവൻ സാധാരണ എല്ലാവരെയും കാണുന്നില്ലേ, അമ്മനെയൊക്കെ കാണുമ്പോൾ ചെറുതായിട്ടൊന്ന് സ്മൈൽ ചെയ്യാൻ തുടങ്ങും, ചെറിയൊരു പുഞ്ചിരി കാണും. 6 ആഴ്ച വേണം അവൻ അമ്മനെ തിരിച്ചറിയാനായിട്ട്. At around the age of 6 weeks, a true social smile is the response to the person appears, and this is considered as the beginning of the socialization. അവൻ ചിരിച്ചു തുടങ്ങൂലേ, ആ ടൈമിൽ മുതലാണ് സോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞി കുട്ടികളാണെങ്കിൽ അല്ലേ, അമ്മമാരെ കാണുമ്പോൾ അവരെന്ത് ചെയ്യും, അമ്മ പോകുമ്പോൾ അവന് ഭയങ്കര വിഷമായിരിക്കും, പക്ഷെ അവനെ വീണ്ടും കാണുമ്പോൾ അവനൊന്ന് ചിരിക്കും, നല്ലൊരു ചിരിയായിരിക്കും, പല്ലൊന്നും ഇല്ലാത്തൊരു ചിരി. നമ്മളും അമ്മമാരായിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, അത്രയും നല്ല ഒരു എന്താ പറയാ, നല്ലൊരു ചിരിയായിരിക്കും അവന് എന്ത് ചെയ്യണത്, നമുക്ക് തരുന്നത്. അത് സോഷ്യലൈസേഷന്റെ ബിഗിനിങ് ആണ്. അവൻ അവന്റെ അമ്മേനെ തിരിച്ചറിയാൻ തുടങ്ങി, അവന്റെ അച്ഛനെ തിരിച്ചറിയാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു 2 മാസമൊക്കെ വേണം അവൻ അച്ഛനെയൊക്കെ തിരിച്ചറിയാൻ തുടങ്ങാനായിട്ട്. അതേപോലെ അവനെ കളിപ്പാട്ടങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും, കളറുകൾ തിരിച്ചറിയാൻ തുടങ്ങും. അതൊക്കെ ഇനി അടുത്തിനി വരുന്നതനുസരിച്ചാണ് ഈ സോഷ്യലൈസേഷനുകൾ വരുന്നത് കേട്ടോ. ബിഗിനിങ് ആണ് ഇത്. നമ്മള് ഒരു 6 ആഴ്ച മുതൽ ഒരു എന്താ പറയുക, ചിരിയൊക്കെ സമ്മാനിക്കണം. നമ്മളൊരു ആള് ഇങ്ങനെ എപ്പോഴും കാണുന്ന അമ്മേനെയൊക്കെ കാണുമ്പോൾ അവനെന്ത് ചെയ്യാൻ തുടങ്ങും, ചിരിക്കാനൊക്കെ തുടങ്ങുന്നത് ഫസ്റ്റ് സോഷ്യലൈസേഷന്റെ ആരംഭ കാലഘട്ടത്തിലാണ്. 2 to 3 months, infant can identify the people from intimate objects. നമ്മള് 2 മാസം 2 to 3 മാസം ആവുമ്പോഴേക്കും ഞാൻ പറഞ്ഞ പോലെ അച്ഛൻ, അതേപോലെ അടുത്ത് പെരുമാറുന്നവരെയൊക്കെ കാണുമ്പോൾ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങും. അതേപോലെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ, ഇപ്പൊ കളിക്കാനായിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്തു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങും. ഏത് മാസങ്ങളിലാണ്? 2 മുതൽ 3 മാസം. റെക്കഗ്നൈസ് ഇറ്റ്സ് മദർ. പക്കയായിട്ട് അവനെ നേരത്തെ ഐഡന്റിഫൈ ചെയ്യാനേ പറ്റുള്ളൂ, കാരണം കാണുമ്പോൾ ഒന്ന് ചിരിക്കും എന്നൊക്കെയാണ്. 3 മാസം ആയിക്കഴിയുമ്പോൾ കുട്ടികൾക്ക് അമ്മനെ ഉറപ്പായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഇനി അമ്മനെ കാണാണ്ടായി കഴിഞ്ഞാൽ എന്താണ്, അൺഹാപ്പി ആയിരിക്കും, സെപ്പറേഷൻ. അമ്മ ഇല്ലാത്തൊരു സമയത്താണെങ്കിൽ ഭയങ്കരമായിട്ട് കരയും. ഈ എല്ലാ കുട്ടികളും അതെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, അമ്മ ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ചിലപ്പോ വാഷ് ചെയ്യാനോ അല്ലെങ്കിൽ കുടിക്കാനോ ബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ആ സമയം മുതൽ നമ്മൾ ഇറങ്ങണ വരെയും കൊച്ചു കരച്ചിലായിരിക്കും. കാരണം എന്താണ്, അവനവിടെ പേടി തോന്നി, കാരണം അൺഹാപ്പി ഓൺ സെപ്പറേഷൻ. അന്നില്ലാത്തതുകൊണ്ട് അവൻ എന്ത് തോന്നി, ഒരു അൺഹാപ്പി, ഒരു വിഷമം തോന്നി. അതുകൊണ്ട് അവൻ അതെങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യണത്, കരയുന്നത്. അപ്പൊ ഈ 2 to 3 months എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഐഡന്റിഫൈ ദ പീപ്പിൾസ്, ഇമ്മീഡിയറ്റ് ഒബ്ജക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യും, അമ്മനെ തിരിച്ചറിയാൻ തുടങ്ങും, അൺഹാപ്പി ആയിരിക്കും. അമ്മ ഇല്ലാത്ത സമയത്ത് അവൻ ഭയങ്കര അൺഹാപ്പി ആയിരിക്കും. അപ്പൊ ആദ്യം ഫസ്റ്റ് ബർത്ത് ഇൻഫന്റ് എങ്ങനെയല്ല, സോഷ്യലബിൾ അല്ല. ഇനി ഒരു 6 weeks ആയി തുടങ്ങുമ്പോഴേ അവന് എന്ത് ചെയ്യാൻ തുടങ്ങും, കുറച്ചും കൂടി സോഷ്യലബിൾ ആവാൻ തുടങ്ങും, സ്മൈൽ ചെയ്യാൻ തുടങ്ങും, ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും, റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. ഓരോരുത്തരെ കാണുമ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും, ചിരിക്കാനൊക്കെ തുടങ്ങും, അപ്പിയർ അതൊക്കെ വരും. ഇവിടെ നിന്നാണ് നമ്മുടെ സോഷ്യലൈസേഷന്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. 2 to 3 months ഐഡന്റിഫൈ ദ പീപ്പിൾസ് എന്ന് വെച്ചാൽ ഓരോ വ്യക്തികൾ എന്ത് ചെയ്യാൻ തുടങ്ങും, ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും, ഇന്റിമേറ്റ് ഒബ്ജക്ട്സ് റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ അമ്മേനെ ശരിക്കും റെക്കഗ്നൈസ് ചെയ്യും. അതേപോലെ അമ്മേനെ കാണാണ്ടാവുമ്പോ എന്ത് വരും,
നമ്മൾ പഠിച്ച പോലെ സെപ്പറേഷൻ ആൻസൈറ്റി അവിടെ മാത്രമല്ല ഇവിടെയും വരും. എന്താ പറയാ, അൺഹാപ്പി ആവും. സെപ്പറേഷൻ ടൈമിൽ എന്താവും, വിഷമം ഒക്കെ വരാൻ തുടങ്ങും. 4 to 5 months ആയി കഴിയുമ്പോൾ they react differently to scolding and smiling face and to friendly and angry in voice. കുട്ടികൾ എങ്ങനെയാണ് അങ്ങനെയൊക്കെ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങും, സ്മൈൽ ചെയ്യാൻ തുടങ്ങും, ചിരിച്ചിങ്ങനെ കൈകാലൊക്കെ ഇട്ടിട്ട് കളിക്കാൻ തുടങ്ങും, ഫ്രണ്ട്ലി ആയിരിക്കും. അതേപോലെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ കളിക്കൂലേ, അപ്പൊ അങ്ങനെയൊക്കെ കളിക്കുമ്പോൾ അവരെന്നെ ഹാപ്പി ആയിരിക്കും. ചില സമയത്ത് ദേഷ്യം പിടിച്ച സൗണ്ട് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയൊക്കെ വരും. ഏത് മന്ത്സിലാണ്? 4 to 5 months. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കില്ലേ, ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ കളിക്കുമ്പോൾ അവര് ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മൾ കാണുന്നില്ലല്ലോ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യും. 6 to 7 months ബേബീസ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫ്രണ്ട്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ്. ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെയും കാണുമ്പോൾ അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പഠിക്കും. ഫ്രണ്ട്സ് ആരാണ്, അവർ കണ്ടിട്ടുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ സ്ട്രേഞ്ചർ ആണോ എന്ന് അവർക്ക് മനസ്സിലാവും. ബൈ സ്മൈലിംഗ് അറ്റ് ദ ഫോർമർ ആൻഡ് ഷോയിങ് ഇയർ ഇൻ ദ പ്രസൻസ് ഓഫ് ലേറ്റർ. അപ്പൊ അവർ കാണുമ്പോൾ ചിരിച്ച് സ്മൈൽ ചെയ്യും. പിന്നെ അവർ എന്ത് ചെയ്യും, ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട് തുടങ്ങും പ്രസൻസ്. ഇനി 8 to 9 months baby try to intimate speech gestures, simple act of others. സ്പീച്ച് ചെയ്യാൻ തുടങ്ങും. 8 to 9 months ഒക്കെ ആവുമ്പോ ചിലപ്പോ ചില കുട്ടികൾ, എല്ലാ കുട്ടികളൊന്നും അല്ല, എല്ലാവരും ഇതേപോലെ ആവുന്നില്ല, മിക്കവരും ഓരോ പല രീതിയിലാണ്. കോമൺലി 8 to 9 months ഒക്കെ ആയി കഴിയുമ്പോഴേക്കും ചില കുട്ടികൾ എന്ത് ചെയ്യും, എന്റെ കുട്ടിയുടെ കാര്യമാണെന്ന് പറയുന്നില്ല, അച്ഛ ആദ്യം വിളിച്ചതാണ് അച്ഛന്ന്. ഇത്രയും കഷ്ടപ്പെട്ട് നോക്കി വളർത്തി എല്ലാ ദിവസവും ഇങ്ങനെ ഇരുന്ന് ആദ്യം വിളിച്ചു വരുന്ന അച്ഛ ച. ആദ്യം ചാച്ച പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്താ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, സംസാരിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പൊ എന്താണ്, ലാസ്റ്റ് അത് ഫുള്ളാക്കി അച്ഛ. അപ്പൊ എന്തായി, അവൻ സ്പീച്ച് സംസാരിക്കാൻ തുടങ്ങണം. അവൻ അച്ഛ വിളിച്ച്, ചാച്ച വിളിച്ച്, അത്തച്ഛ വിളിച്ച്, ചേച്ചി വിളിച്ച്, ഇതൊക്കെ വിളിച്ചപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു, ഇപ്പൊ വിളിക്കും അമ്മന്ന്. എന്നിട്ട് അവൻ വിളിച്ച, എവിടെ വിളിക്കാൻ, ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കല് മാത്രമേ ഇടാനുള്ളൂ. ലാസ്റ്റ് ഇപ്പൊ 1.25 വയസ്സ് 1.5 വയസ്സാവേണ്, 1.5 വയസ്സാവേണ്, ഇപ്പൊ വിളിക്കണ്ട് അമ്മീന്ന്. അപ്പൊ സംസാരിച്ചു തുടങ്ങാം. അവർ നിങ്ങൾ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ സമയത്ത് പഠിക്കൂട്ട് ഇതൊക്കെ. എന്താണ് അമ്മി. ലാസ്റ്റ് ആണ് വിളിക്കുന്നത് അവൻ. ആദ്യം അച്ഛ വിളിച്ച്, ചാ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു ചായയാണോ അക്ഷരം പഠിച്ചത് ആദ്യത്ത്. അങ്ങനെ ചാന്ന് പറഞ്ഞ അക്ഷരമായിരിക്കും. ഞാൻ കുറെ ട്രെയിൻ ചെയ്തിട്ട് അവന് അമ്മ വിളിപ്പിക്കാനായിട്ട്. ആരില്ലാത്ത സമയം നോക്കി ഞാൻ വിളിപ്പിക്കും, അമ്മ. അപ്പൊ അമ്മ തിരിച്ചു പറയേണ്ട ഡയലോഗ് എന്താ, അച്ഛ. ഞാൻ എത്ര പറഞ്ഞാലും അവൻ എന്ത് പറയും, തിരിച്ച് അച്ഛ പറയും. അപ്പൊ ആ ഒരു ടൈമിൽ കുട്ടികൾ എന്റെ സ്പീച്ച് ആദ്യം തന്നെ തുടങ്ങുമ്പോൾ സംസാരിച്ചു തുടങ്ങും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റേജസ് പറയാനായിട്ട്. പിന്നെ ജസ്റ്റേഴ്സ് കാണിക്കാൻ തുടങ്ങും. സിമ്പിൾ ആക്ട് ഓഫ് അതേഴ്സ്, മറ്റുള്ളവർ ചെയ്യണ പോലെ ചെയ്യും. ഞാനിപ്പോ ഇങ്ങനെ കണ്ണുപൊത്തിയിട്ട് കാണിക്കും. കണ്ണുപൊത്തി കാണിക്കുകയാണെങ്കിൽ അവനും കണ്ണുപൊത്തും, അത് ചെയ്യും, അവനും കണ്ണുപൊത്തും. അതേപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കും. നമ്മളിപ്പോ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ ക്ലാസ്സിനൊക്കെ ഞാൻ ഇങ്ങോട്ട് വന്ന് ഒരു ടൈം ഒക്കെ കഴിഞ്ഞാൽ 1 മണിക്കൂർ അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ ഒളിച്ച് കാണിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും, അതേപോലെ തന്നെ ചെയ്യുന്ന കാണിക്കും. അല്ലെങ്കിൽ ഒറ്റ കൈ വെച്ചിട്ട് അവൻ കാണിക്കുന്നത്, ഞാനിങ്ങനെ 2 കൈ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നത് തന്നെ എന്ത് ചെയ്യും, ഒറ്റ കൈ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പൊ എന്താണ്, അവൻ ജസ്റ്റേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് 8 to 9 months. 12 months ഒക്കെ ആയി കഴിയുമ്പോൾ ബേബി റിയാക്ട് ടു വാർണിംഗ്സ്. നോ, അത് ശരിയാണ്. നോ എന്താണ്, നമ്മൾ ഭക്ഷണം കൊടുക്കൂലേ, ആ സമയത്ത് അവൻ പറയും അത് വേണമെങ്കിൽ നോ വേണ്ട, നോ. ഇപ്പൊ പറയണില്ലേ, നോ പറയുന്നുണ്ട് വേണ്ടാന്ന്. നോ പറഞ്ഞു കഴിഞ്ഞാൽ ആളെ കിട്ടൂല, പിടിച്ചാല് ആളെ ഓടിക്കളയും, എവിടെയെങ്കിലൊക്കെ നടന്നു പോകും. ഇപ്പൊ ആള് കുറച്ചും കൂടി 12 months കഴിഞ്ഞു, കുറെ ഡെവലപ്പ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1 and ഒരു എന്താ പറയാ 15 months ഒക്കെ ആയി കഴിഞ്ഞപ്പോ ആള് ആദ്യം പെട്ടെന്ന് നടന്നൊന്നുമില്ല കേട്ടോ, 12 months നടന്നില്ല. ഇപ്പോഴാണോ ഒന്ന് നടന്ന് ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്, ഓടിയൊക്കെ നടക്കുന്നുണ്ട്. നടക്കില്ല എന്ന് വിഷമിച്ചിരുന്ന് എനിക്ക് കിട്ടിക്കാന്ന്, ഓടിയാ നടക്കുന്നത്. ഇപ്പൊ ഇവിടെ കണ്ട ആള് പിന്നെ കാണുന്നത് ഫ്രണ്ടിലാണ്, റാത്തൊക്കെയാണ് കാണുന്നത്. കാരണം പെട്ടെന്ന് സ്റ്റെപ്പൊക്കെ ഇറങ്ങി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോഡാണ്. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയാണ് ആളെ പുറത്തൊക്കെ ഇറക്കാനായിട്ട്. ഇത്രയും ടെൻഷനാണ്. നമ്മളെന്താ പറയുക, സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ചില കുട്ടികൾ അത്ര സോഷ്യൽ ഡെവലപ്മെന്റ് അക്വയർ ചെയ്യണമെന്നില്ല. കാരണം ഈ സോഷ്യൽ ഇന്ററാക്ഷൻസ് ഒക്കെ ഉള്ള കുട്ടികളുണ്ടല്ലോ, അവർക്ക് പെട്ടെന്ന് സോഷ്യൽ ഡെവലപ്മെന്റ് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. എന്റെ മോള് പെട്ടെന്ന് സോഷ്യൽ ഡെവലപ്മെന്റ് അക്വയർ ചെയ്തു. പക്ഷെ മോൻ അത്രയ്ക്കും ഇല്ല, പെട്ടെന്നല്ല അക്വയർ ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ മറ്റുള്ളവരെ കാണാത്തതുകൊണ്ടായിരിക്കും.
നമ്മള് ഞാൻ ഈ പറഞ്ഞ പോലെ കൊറോണയുടെ ഒക്കെ സമയത്ത് ഇതേതാ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ അത് അത്ര സോഷ്യലബിൾ അല്ല. കാരണം നമ്മളും ആ സമയത്ത് എങ്ങനെയാണ് മറ്റുള്ള കോണ്ടാക്ട് ഒന്നുമില്ല, മറ്റുള്ളവരായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല, ഫങ്ഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യണില്ല, ട്രാവൽ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടികളും അത്ര സോഷ്യലബിൾ അല്ല. പിന്നെ നമ്മൾ ഓരോ കുട്ടി നമ്മൾ മാത്രം അവന്റെ ലോകം എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് നമ്മൾ മാത്രമായിട്ടായിരുന്നു ലോകം. അപ്പൊ ആ ഒരു ആൾക്കാർ മാത്രമേ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവനെ സംബന്ധിച്ചിട്ടാണ് സ്ട്രേഞ്ചേഴ്സ് ആണ്. പിന്നെ സ്ട്രേഞ്ചേഴ്സ് ആൻഡ് സേഫ്റ്റി നിങ്ങൾക്കല്ലേ ഞാൻ പഠിപ്പിച്ചത്, സ്ട്രേഞ്ചേഴ്സ് ആൻഡ് സേഫ്റ്റി ഒക്കെ അല്ലേ? ഈ ചാപ്റ്റർ ആണ് സ്ട്രേഞ്ചേഴ്സ് ആൻഡ് സേഫ്റ്റി ഒക്കെ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ എന്താ പറഞ്ഞത്, സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫൻസി ആണ് പറഞ്ഞത്. ഒന്നും കൂടി പറയാം. അറ്റ് ബർത്ത് എല്ലാ കുട്ടികളും എങ്ങനെയല്ല സോഷ്യലബിൾ അല്ല. ഒരു 6 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും അവൻ എന്ത് ചെയ്യാൻ തുടങ്ങും, ചിരിക്കാനൊക്കെ തുടങ്ങും. അവൻ മറ്റുള്ളവരെ കാണുമ്പോൾ റെസ്പോണ്ട് ചെയ്യും. അമ്മനെയൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ അച്ഛൻ അമ്മ, അല്ലെങ്കിൽ എന്താ പറയാ ചേച്ചി, അല്ലെങ്കിൽ അങ്ങനെ അച്ഛൻ അമ്മമ്മയൊക്കെ കാണുമ്പോൾ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങും, സ്മൈല്, റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. ഓരോരുത്തരുടെ മുഖം മാറുമ്പോൾ അവൻ മനസ്സിലാവാനൊക്കെ തുടങ്ങും. 2 to 3 months ആകുമ്പോഴേക്കും അവൻ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും, പീപ്പിൾസിനെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും, ഇന്റിമേറ്റ് ഒബ്ജക്ട്സ് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും, കളറുകൾ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. അതിന്റെ ഫാനൊക്കെ നോക്കി കിടക്കും, ഫാന്റെ കളർ നോക്കും. അതേപോലെ നമ്മൾ കളിപ്പാട്ടങ്ങളൊക്കെ പല കളറിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ കളറൊക്കെ കാണാനും അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. പിന്നെ വരുന്നത് റെക്കഗ്നൈസേഷൻ ഓഫ്, നമ്മൾ അമ്മേനെ റെക്കഗ്നൈസ് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യും. അമ്മനെ കണ്ട അവർ മനസ്സിലാവും. മറ്റുള്ളവരൊക്കെ നിൽക്കാണ്, അവന്റെ അമ്മനെ കാണുന്നില്ല. അന്ന് ചിലപ്പോ നമ്മൾ എടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് പോവുകയൊക്കെ ചെയ്യും. അപ്പൊ അമ്മയുടെ അടുത്തൊക്കെയാണ് പോവുകയാണെങ്കിൽ, പക്ഷെ അമ്മ വന്നു കഴിയുമ്പോ അപ്പൊ തന്നെ അമ്മയുടെ അടുത്തേക്ക് പോകും. പിന്നെ അതേപോലെ നമ്മളെ കാണാണ്ടാവുമ്പോ ഭയങ്കര കരച്ചിലായിരിക്കും. ചിലപ്പോ നമ്മൾ വല്ല ഹോസ്പിറ്റൽ വിസിറ്റിനൊക്കെ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്ത് എങ്ങാനും ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോ കേൾക്കാം, ഇവൻ ത്രൂ ഔട്ട് കരച്ചിലായിരുന്നു. ഇവിടുന്ന് പോയ സമയം മുതൽ കരച്ചിൽ നിർത്തിയിട്ടില്ല. അവൻ കരഞ്ഞ് എന്താണ്, അവന് പേടിയാണ്. കാരണം സെപ്പറേറ്റ് ആയി, അവന്റെ അമ്മയാണ് അവന്റെ ലോകം. ഈ കുട്ടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്, അവന്റെ അമ്മയാണ്. അവനെ കാണില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവനെന്താണ്, എന്താ പറയാ അൺസെക്യൂരിറ്റി ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ പിന്നെ സെപ്പറേഷൻ, അൺഹാപ്പി ആയിട്ട് കരച്ചിലൊക്കെ വരും. പിന്നെ 4 to 5 months ആവുമ്പോ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങും, സ്മൈൽ ചെയ്യാൻ തുടങ്ങും, ഫ്രണ്ട്ലി ആവാൻ തുടങ്ങും, കുറച്ചുകൂടി ദേഷ്യമൊക്കെ കാണിക്കാൻ തുടങ്ങും. സൗണ്ട് ഒക്കെയാണ്, ദേഷ്യത്തിന്റെ ഒക്കെ സൗണ്ട് ഏമിക്കാനൊക്കെ തുടങ്ങും. അങ്ങനെയൊക്കെ പറയൂട്ടാ, എന്റെ കൊച്ചു ചെയ്യണതാണ്. അവനിങ്ങനെ ഇത് ചെയ്യും, നമ്മളാ എന്തെങ്കിലും സാധനങ്ങള് കളിച്ചോണ്ടിരിക്കാന്ന് വിചാരിക്കും. 2 പേരുള്ളതുകൊണ്ട് മൂത്ത ആള് വന്നത് വാങ്ങിക്കുമ്പോ അവൻ ദേഷ്യം വരും. അവൻ ഇങ്ങനെ ബെല്ലം പിടിച്ചിട്ടൊരു സൗണ്ട് ഉണ്ടാക്കും, ദേഷ്യം വന്നത് കാണിക്കാൻ വേണ്ടി. അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആ സമയം മുതൽ ഇപ്പൊ വരെയും ആ ഒരു സൗണ്ട് ഇപ്പോഴും കാണിക്കും. ദേഷ്യം വരുമ്പോ അവന്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ അവിടെ എടുത്തുകൊണ്ട് പോകുമ്പോ ദേഷ്യം വരും അവന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടാക്കും. പിന്നെ 6 to 7 months അവൻ ഫ്രണ്ട്സിനെ സ്ട്രേഞ്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. സ്മൈൽ, അങ്ങനെയാണ്. ഫ്രണ്ട്സിനെ ഒക്കെ കാണുമ്പോൾ അവൻ ശരിക്കും പോകും, അവരുടെ അടുത്തേക്കൊക്കെ പോകും. 8 to 9 months ആവുമ്പോ സ്പീച്ച് ഒക്കെ വരും, ജസ്റ്റേഴ്സ്, അതേപോലെ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ തന്നെ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങും, ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. 12 months ആവുമ്പോ അവൻ എന്താണ്, വാർണിങ്സ് ഒക്കെ കൊടുക്കാൻ തുടങ്ങും. നോ നോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, അവര് ആക്ഷൻസോ അല്ലെങ്കിൽ ആ സംസാരം വരും. നോ 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 നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നോ നോ അവർ കറക്റ്റ് ആയിട്ട് പറയും. ഇത്രയുമാണ് ഇൻഫൻസിയിലുള്ള സോഷ്യൽ ഡെവലപ്മെന്റ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ.
ഓക്കെ, എല്ലാരും വായിച്ചാ? ഓക്കെ. ഒരാള് അവർക്ക് എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് മനസ്സിലായത്. നമ്മളിപ്പോ സോഷ്യൽ ഡെവലപ്മെന്റ് മീനിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഈ സോഷ്യൽ ഡെവലപ്മെന്റിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മളൊരു 7 സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് 7 സ്റ്റേജസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? എനിക്ക് വേണമെങ്കിലും പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് ക്ലിയർ ആവാത്തവർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, മിസ് ഞാൻ പറയാം. ഓക്കെ മായ പറഞ്ഞു. സാധാരണ കുട്ടികൾ ജനിക്കുന്ന സമയത്ത് അറ്റ് ബർത്തിൽ ആരും സോഷ്യബിൾ ആയിരിക്കില്ല. ഒരു 6 വീക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊക്കെ ചിരിക്കാനൊക്കെ തുടങ്ങും. അവർ സോഷ്യൽ എന്താ പറയുക, സോഷ്യൽ ആ ഇമോഷൻ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണത്. ഒരു 2 months ഒക്കെ ആവുമ്പോഴത്തേക്കും കുട്ടികൾ അവരുടെ അമ്മമാരെ തിരിച്ചറിയാൻ തുടങ്ങും ഫസ്റ്റ്. പിന്നെ ചില കളിപ്പാട്ടങ്ങൾ, കളിസാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. പിന്നെ അമ്മയെ തിരിച്ചറിഞ്ഞു. പിന്നെ കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു 3 months ഒക്കെ ആകുമ്പോഴത്തേക്കും അച്ഛനെ തിരിച്ചറിയാൻ തുടങ്ങും. അങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങുന്നു. അതിനുശേഷം ഒരു 4 to 5 months ഒക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ചിരിക്കാൻ തുടങ്ങും. അവർ എന്താ പറയുക, അവരുടെ ഇമോഷൻസ് ഒക്കെ കാണിക്കാൻ തുടങ്ങും. അതായത് ഇപ്പം സങ്കടം വന്നാലും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങും. അവർ നന്നായിട്ട് എക്സ്പ്രസ്, നല്ലൊരു ചിരിയൊക്കെ തരാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു സമയമാണ് 4 to 5 months എന്നുള്ളത്. പിന്നെ 6 to 7 months ബേബീസ് അവരുടെ ഇപ്പം സ്ട്രേഞ്ചേഴ്സിനെ, അച്ഛനും അമ്മയും അല്ലാതെ വീട്ടിലുള്ളവരെ അല്ലാതെ മറ്റുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ചിരിക്കാനും അതുപോലെയൊക്കെ ആ ഒരു സമയമാണ് 6 to 7 months എന്ന് പറയുന്നത്. ഇപ്പം വീട്ടിലെ ചേച്ചിമാരുണ്ടെങ്കിലും പിന്നെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും അച്ഛനും അമ്മയും അല്ലാതെ മറ്റുള്ളവരെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ തുടങ്ങും അവർ. 8 to 9 months അവര് ഇപ്പം അവരെ എന്തെങ്കിലും കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ ചിരിക്കും. നമ്മളിപ്പോൾ ഒളിച്ചു കളിക്കുവാണെങ്കിൽ മാം പറഞ്ഞ പോലെ ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ ചെയ്യുമ്പോൾ അവരിങ്ങനെ കണ്ണുപൊത്തി കളിക്കാനും പിന്നെ നമ്മൾ എന്തെങ്കിലും കാണിക്കുമ്പോൾ അത് നമ്മളെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും കുട്ടികൾ. അത് 8 to 9 months കുട്ടികൾ ചെയ്യും. 12 months ആകുമ്പോഴത്തേക്കും അവര് എന്താണ് മെയിനായിട്ടും നോ പറയാൻ തുടങ്ങും. മെയിനായിട്ട് ഫുഡിനായിരിക്കും പറയുന്നത്. നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അപ്പൊ തന്നെ പറയും നോ. ആ ഒരു 12 months അങ്ങനെയൊക്കെയാണ്. അതാ മാം എനിക്ക് മനസ്സിലായത്. എല്ലാവർക്കും കണക്ട് ചെയ്ത് ഇത് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇതിന്റെ സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസിന്റെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മക്കളെ ആ ഒരു ടൈം ഒന്ന് ആലോചിച്ചാൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടോപ്പിക്കാണ് ഇത്. ഭയങ്കര സോഷ്യൽ ഡെവലപ്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് മൂഡ് ഓഫ്, ഭയങ്കര അന്നപ്പോ ഒരു മുഖത്തൊരു ഡള്ളുണ്ടായിരുന്നു. പക്ഷെ ഇത് പറഞ്ഞപ്പോ കുറച്ചൊരു പ്രസരിപ്പ് വന്ന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മക്കളുടെ കാര്യങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ ഇത് പറയുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേജ് ഒന്ന് ആലോചിക്കാം. നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ ആലോചിക്കും, നമ്മൾ ഹാപ്പി ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെല്ലാവരും ആദ്യം ഇത് മോൻ ചിരിച്ച സമയത്തില്ലേ, ചിരിക്കണ ആ ഒരു സമയം മോളുടെ ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ അവള് എപ്പോഴും ചിരിക്കൊന്നുമില്ല, വല്ലപ്പോഴും അത് ഹസ്ബൻഡ് ഒന്ന് കാണാൻ വരുമ്പോ മാത്രം ഒന്ന് ചിരിക്കുള്ളൂ. അത് നോക്കിയിരിക്കും ഹസ്ബൻഡിനോട് എപ്പോഴാണ് അവള് ചിരിക്കണേന്ന് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യമായിട്ട് എന്താ പറയാ പാരന്റ് ആയ സമയത്ത് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കാരണം കുട്ടി ചിരിച്ചതൊക്കെ പറയുമ്പോ അവൻ എപ്പോഴും കരയാണല്ലോ, ഒന്ന് ചിരിക്കുമ്പോ ഭയങ്കര ഹാപ്പി ആയിരിക്കും നമുക്കത്. അപ്പൊ ആ ഒരു സ്റ്റേജസ് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പറയാൻ പറ്റും. അതേപോലെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയതും അതേപോലെ സംസാരിക്കുന്ന കാര്യങ്ങളും അതൊക്കെ എല്ലാവരും ഞാൻ പറഞ്ഞത് കോമൺ ആയിട്ട്. കാരണം സംസാരിക്കുന്ന സമയത്ത് സ്പീച്ച് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഓരോ അക്ഷരങ്ങളൊക്കെ വെച്ചവരിങ്ങനെ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ നമ്മൾ പഠിക്കും കേട്ടോ. ഓരോ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങും. ദെൻ നെക്സ്റ്റ് ഒരു വേർഡ്സ് കണക്ട് ചെയ്യാൻ തുടങ്ങും. പിന്നെയും പിന്നെ ഈ നോനോ ജസ്റ്റേഴ്സ് ഒക്കെ തുടങ്ങും. നോനോ വേണ്ട എന്നുള്ള രീതിയിൽ നോനോ പറയും. അങ്ങനെ ഓക്കെ.
ഇനി മോറൽ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ധാർമ്മിക ഡെവലപ്മെന്റ് ഒരു ബിഗിൻസ് ചെയ്യുന്നത് സെക്കൻഡ് ഇയേഴ്സ് ഓഫ് ലൈഫിലാണ്. ഒരു 2 വയസ്സൊക്കെ ആവുമ്പോൾ തന്നെ ഈ ധാർമ്മിക ഡെവലപ്മെന്റ് ഒക്കെ ഇത് ചെയ്യാൻ തുടങ്ങും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എന്താ പറയാ ഡെയിലി കണ്ടൻസിലായിട്ട് അത് അറ്റാച്ച്ഡ് ആണ്. ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളും അതായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവര് പഠിച്ചു തുടങ്ങുന്നത് ഏതാണ് 2 ഇയേഴ്സ് ഒക്കെ തുടങ്ങിയാണ് അവര് ഡെയിലി അവരുടെ റുട്ടീൻസ് ഒക്കെ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. കുട്ടികൾ അവരുടേതായ കാര്യങ്ങൾ ഇപ്പൊ അവരുടേതായ കാര്യങ്ങൾ അവർ ചെയ്ത് തുടങ്ങണത് 2 വയസ്സ് മുതൽ. ഡ്യൂറിങ് പ്രീ സ്കൂൾ ഇയേഴ്സ്, നമ്മൾ പ്രീ സ്കൂൾ ഇയേഴ്സ് എന്ന് പറയുന്നത് ഏജ് 3 to 6 നമ്മൾ ഏത് പറയണത് പ്രീ സ്കൂൾ ഇയേഴ്സ് എന്ന് പറയുന്നത്. Children continue to be socialized to learn the values and behavior expected by family. നമ്മളിപ്പോ വിചാരിക്കും കുട്ടികൾ ഇങ്ങനെ ആവണം, ഇങ്ങനെ കുറേ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ബിഹേവ് ചെയ്യണം, ഇങ്ങനെ വാല്യൂസ് ഒക്കെ അവർ ലേൺ ചെയ്യണം എന്ന് അറിയുന്നത് ഏത് വയസ്സിലാണ്? 3 to 6 ഇയേഴ്സ് ആണ്. ഈ വയസ്സ് ഭയങ്കര ക്രൂഷ്യലാണ്. കാരണം എന്താണ്? ഈ വയസ്സിലാണ് നമുക്ക് കുട്ടികളെ കിട്ടുന്നത് അല്ലെ. 3 to 6 ഇയേഴ്സ് ആവുമ്പോഴാണ് അവർ KG സെഷനിലേക്ക് നമ്മുടെ കയ്യിലേക്ക് കുട്ടികൾ വരുന്നത്. അപ്പൊ ആ ടൈമിൽ നമ്മൾ അവരെ ട്രെയിൻ ചെയ്ത് നല്ലൊരു എന്താ പറയുക വ്യക്തിയാക്കി ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. ഓരോ കുട്ടികളും പല പല ഫാമിലിയിൽ നിന്ന് പല ഡിഫറെന്റ് കാറ്റഗറീസ് അല്ലെങ്കിൽ പല പാരന്റ്സിന്റെ അടുത്ത് നിന്ന് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന കുട്ടികൾ ഒരുമിച്ചാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. നമ്മൾ ഒരു കുട്ടീനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തല്ല പഠിപ്പിക്കുന്നത്, എല്ലാവരെയും തുല്യരായിട്ട്. അതേപോലെ ആർക്കാണ് ഈ ഡെവലപ്മെന്റ് കുറവുള്ളത് അവനെ കുറച്ചും കൂടി ട്രെയിൻ ചെയ്യണം. കാരണം പ്രീ സ്കൂൾ കുട്ടികൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് ഒരു ധാരണ ഉണ്ടാവില്ല. അവർ പല ആക്ഷൻസ് ആയിരിക്കും. കാരണം ചെറിയ കുട്ടികളാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാത്ത കുട്ടികളുണ്ടാവും. നമ്മൾ അവരെ ട്രെയിൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ അവരെന്ത് ചെയ്യണം, ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കണം. ടീച്ചേഴ്സ് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഈ സ്റ്റേജസിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഫാമിലി എങ്ങനെയാണോ കുട്ടി എങ്ങനെ ആയിരിക്കണം, എങ്ങനെ സോഷ്യലൈസ്ഡ് ആവണം എന്ന് കരുതുന്നത് അതേപോലെയാണ് ഈ ടൈമിലാണ് അവർ എന്ത് ചെയ്യണം, ഡെവലപ്പ് ആവണത്. അപ്പൊ അവരിൽ ഇത് ചെയ്യുന്നത് എന്താണ് പറയാ, അക്യൂർ ചെയ്യുന്ന പറയുന്ന എന്താണ് പറയാ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ സ്വഭാവമാണ്. ഷെയറിങ് ഹാബിറ്റ്സ് തുടങ്ങും, ഹെൽപ്പിംഗ് ഹാബിറ്റ്സ് തുടങ്ങും, പ്ലേയിങ് ടുഗദർ വിത്ത് അമിക്കിളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗഹൃദപരമായിട്ട് കളിക്കാനൊക്കെ തുടങ്ങും. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് കളിക്കാൻ തുടങ്ങും. സെറ്റിംഗ് ഡിസ്പ്യൂട്ട് വിത്ത് വേർഡ്സ്, സംസാരിച്ച് ഡിസ്പ്യൂട്ട് ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നീ പറയണ്ട, നീ പറഞ്ഞ തെറ്റാണ്, സോറി പറ എന്നൊക്കെ പറയും. അതേപോലെ നമ്മളെന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ വന്നിട്ട് നമ്മളോടാണ് കളിക്കണമെങ്കിൽ സോറി പറ എന്നൊക്കെ പറയും. കാരണം ഡിസ്പ്യൂട്ട് സെറ്റ് ചെയ്യാനായിട്ട് അവർ തുടങ്ങി. ആൻഡ് റീസ്റ്റാർട്ടിംഗ് ഇൻ പ്ലസ് and are some of the behaviors children learn from the active parents and other adults during preschool years. നമ്മൾ preschool yearsൽ അവർ കണ്ടു പഠിക്കുന്ന ശീലങ്ങളാണ്. ഒന്നുള്ള ഒരു പാരന്റ്സിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള അഡൾട്ട് മെമ്പേഴ്സിൽ നിന്ന് അവർ കണ്ടു പഠിക്കുന്ന ശീലങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഷെയറിംഗ് ഹാബിറ്റ്സ്, ഫാമിലി ഇപ്പൊ 2 കുട്ടികൾ ഉണ്ടെങ്കിൽ ഇപ്പൊ മിഠായിക്ക് ഏതെങ്കിലും കിട്ടണേ അവൻ എന്തെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കും. ഹെൽപ്പ് ചെയ്യുന്നത്, ഇപ്പൊ ഒന്ന് വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒന്ന് സഹായിക്കണം എന്നുള്ള ആ ഒരു എന്താണ് ചിന്താഗതി ഈ സമയത്ത് ഈ ഒരു ഏജിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യും, വളർന്നു വരും. അതേപോലെ പ്ലേ ടുഗദർ, അതേപോലെ എന്താ പറയാ സൗഹൃദപരമായിട്ട് കളിക്കുമ്പോൾ ചെളി, അതേപോലെ കുഞ്ഞൊരു 3 വയസ്സ് മുതൽ അങ്ങനെയൊക്കെ കളിച്ചൊക്കെ തുടങ്ങും. സെറ്റിംഗ് ഡിസ്പ്യൂട്ട്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങും. റീസ്റ്റാർട്ടിങ് ഇൻ പ്ലേസ്, അവർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഒരുപാട് ബിഹേവിയർ ഈ സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇത് മെയിൻ ആയിട്ട് പാരന്റ്സിന്റെ കയ്യിൽ നിന്നും അതേപോലെ അവർ കാണുന്ന അഡൾട്ട്സ് മുതിർന്നവരിൽ നിന്നാണ് പഠിക്കുന്നത്. ബൈ ദ എൻഡ് ഓഫ് ദ ഇമ്പോർട്ടന്റ് ആൻഡ് ബിസി സോഷ്യൽ പീരീഡ്, ഈ ഒരു പീരീഡിന്റെ എൻഡോട് കൂടി children will have attained many important understanding that will serve them as they grow older and comes across increasingly complex social situation in course of middle childhood and adolescence. അപ്പൊ ഈ ഒരു പീരീഡ് അവസാനത്തോടു കൂടി കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ആ കുട്ടികളല്ലേ പ്രീ സ്കൂൾ കുട്ടികളല്ലേ അവരെ ജസ്റ്റ് ഒന്ന് പഠിപ്പിക്കുക, അക്ഷരങ്ങൾ പഠിപ്പിക്കുക അങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ വിചാരിക്കും. അല്ല, ആ സമയത്ത് അവർ കുറെ കാര്യങ്ങൾ അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ചില ഷെയറിംഗ് ആയിരിക്കും, ഒരുമിച്ച് കളിക്കാനായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അതേപോലെ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് പോയി ഇടപെടാൻ പറ്റിയിരുന്നു. ചെറിയ തല്ലുപിടുത്തൊക്കെ ആണെങ്കിൽ നമ്മളതൊന്ന് അവരെ തന്നെ ഡിസ്പ്യൂട്ട് അതൊന്ന് തകർപ്പൊക്കെ അവർ തന്നെ സോൾവ് ചെയ്യുമോ എന്നൊക്കെ നമ്മളൊന്ന് നോക്കിയിട്ട് എന്നിട്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം, അത് ഐഡന്റിഫൈ അല്ലെങ്കിൽ സോൾവ് ചെയ്യാനൊക്കെ നോക്കാം. അതേപോലെ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് കഴിവുകൾ നമ്മളുടെ ജീവിതകാലം മുഴുവനും നമ്മളത് ഹെൽപ്പ് ചെയ്യും.
ഇത് തന്നെ ഇതേപോലത്തെ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും. പിന്നെ അത് നമ്മൾ വലുതാവുന്നതനുസരിച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. മിഡിൽ ചൈൽഡ്ഹുഡിലും അഡോളസന്റ് ഏജിലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, കുറെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയുമാണ് മോറൽ ഡെവലപ്മെന്റ്. 2 years തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാണ്. 3 to 6 years ആണ് പ്രീ സ്കൂൾ ഇയേഴ്സ് എന്ന് പറയുന്നത്. കുട്ടികൾ ഒരുപാട് വാല്യൂസും ബിഹേവിയേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ലേൺ ചെയ്യണത് 3 to 6 yearsലാണ്. നമ്മളിപ്പോ പറയാൻ പറ്റില്ല 3 to 6 years കഴിയുമ്പോഴേക്കും കുട്ടി ഭയങ്കരമായിട്ട് സിവിലൈസ്ഡ് ആയില്ല അല്ലെങ്കിൽ സോഷ്യലൈസ്ഡ് ആയെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, സോഷ്യൽ ഡെവലപ്മെന്റ് ഒരിക്കലും അറ്റൈൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് അവസാനിക്കുന്നില്ല. ഓരോ കുട്ടിയും ഓരോ സാഹചര്യത്തിലേക്ക് പോകുമ്പോഴും അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം ഓരോ സ്റ്റേജസിലും. Okay. Continuously socialized to learn values and behavior accepted by families. Families accept ചെയ്യുന്ന രീതിയിൽ അവർ വാല്യൂസും ബിഹേവിയേഴ്സ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, ലേൺ ചെയ്യാൻ തുടങ്ങും. ഷെയറിംഗ് ഹാബിറ്റ്, ഹെൽപ്പിംഗ് ഹാബിറ്റ്, ഒരുമിച്ച് കളിക്കുക, ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുക, റീസാക്ട് ചെയ്യുക കളികള്. അതേപോലെ തന്നെ ഇതെല്ലാം ആ ഒരു സ്റ്റേജസിൽ അവരെന്ത് ചെയ്യും, പ്രീ സ്കൂൾ സ്റ്റേജസിൽ അവരെന്ത് ചെയ്യും, അക്യൂർ ചെയ്യും. ഭൂരിഭാഗം കാര്യങ്ങളും അവർ കണ്ടുപഠിക്കുന്നത് അവരുടെ പാരന്റ്സിൽ നിന്നാണ്, അല്ലെ? പാരന്റ്സിൽ നിന്നും അതേപോലെ മുതിർന്ന മെമ്പേഴ്സിൽ നിന്നാണ് അവർ ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, അക്യൂർ ചെയ്യുന്നത്. ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇമ്പോർട്ടന്റ് ആൻഡ് ബിസി പീരീഡ്, ഈ ഒരു ബിസി പീരീഡിന്റെ എൻഡോട് കൂടി അവരെന്ത് ചെയ്യും, കുറച്ചും കൂടി സിവിലൈസ്ഡ് ആയി. ഭൂരിഭാഗം കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനും അവര് മറ്റുള്ള കുറച്ചും കൂടി വലുതാവുന്നതിനനുസരിച്ച് അവർ കുറെ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കുറച്ചും കൂടി മനസ്സിലാക്കി പെരുമാറാനും തുടങ്ങും. അറ്റ് ദ ഏജ് ഓഫ് 6, children not yet fully civilized. നമുക്ക് പറയാൻ പറ്റില്ല കുട്ടി എല്ലാ രീതിയിലും സിവിലൈസ്ഡ് ആയെന്ന് പറയാറില്ല. ബട്ട് കോർ ഓഫ് കൺസൻട്രേഷൻ and self-reliance can be seen in children whose attain in infancy have been safe and whose socialization during preschool years as given by warm and loving parents. അതേപോലെ നല്ല കെയറിംഗ് ആയിട്ടുള്ള ലവിങ് പാരന്റ്സ് വഴി നമുക്ക് ഫുൾ സിവിലൈസ്ഡ് എന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് സ്വന്തമായിട്ട് കുറെ കാര്യങ്ങൾ സെൽഫായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്തിട്ട് അറ്റൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്ക് അറിയാം ഇന്ന കാര്യങ്ങളൊക്കെ സേഫ് ആണ്, ഇന്ന കാര്യങ്ങളൊക്കെ അൺസേഫ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരുപാട് കഴിവുകൾ അവർക്ക് ഇത് ചെയ്തിട്ടുണ്ട്, അക്യൂർ ചെയ്യാനായിട്ട് 3 to 6 years പറ്റിയിട്ടുണ്ട്. 6 years ആകുമ്പോഴേക്കും അവർ ഈ കഴിവുകളൊക്കെ അക്യൂർ ചെയ്തിട്ടുണ്ടാവും. These parents who have high but considerable maturity extension, who are constrained of in setting limits, who are involved with their children, both to observe them and to play with and enjoy them. നമ്മൾ കുട്ടികൾ ഇപ്പൊ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നു, അവരോട് കാര്യങ്ങളൊക്കെ പറയുന്നു, അങ്ങനത്തെ പാരന്റ്സിനെയാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ ഒപ്പം കളിക്കുന്ന പാരന്റ്സിനൊക്കെ ആയിരിക്കും ഇഷ്ടം. അവർക്ക് അവരുടെ ഒപ്പം കളിക്കുന്നതും അവരുടെ ഒപ്പം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാരന്റ്സിന് ഇഷ്ടം. നമ്മളുടെ കുട്ടികൾ എന്ന് പറയുന്നത് പെട്ടെന്ന് അവരങ്ങനെ വളർന്നു പോകും. നമുക്ക് ഈ എന്താ പറയാ വാത്സല്യം കാണിക്കാൻ പറ്റുന്ന കുറച്ച് നാളാണ്. എനിക്ക് തോന്നുന്നു ഒരു കുട്ടി ജനിച്ചു മുതൽ ഒരു 10 വയസ്സ് 15 വയസ്സ് 12 വയസ്സ് വരെയൊക്കെ നമുക്ക് അവരോട് ഈ പറഞ്ഞ പോലെ വാത്സല്യം കാണിക്കാനും അവരുടെ നമ്മുടെ ഒപ്പം നമ്മൾ പറയുന്നത് കേട്ട് നമ്മളുടെ ഒപ്പം അവരെപ്പോഴും ഉണ്ടാവും. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. കാരണം അഡോൾസന്റ് ഏജിലേക്ക് ആവുമ്പോഴേക്കും കുട്ടികള് ഇത്തിരി നമ്മളോട് കുറച്ച് ഡിസ്റ്റൻസ് കാണിക്കാൻ തുടങ്ങും. ആ ഡിസ്റ്റൻസ് കാണിക്കുന്നതിന് മുമ്പ് വരെ നമ്മൾ അവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാ, ട്രീറ്റ് ചെയ്യാം. നമുക്ക് അത്രയും നാൾ നല്ല വാത്സല്യത്തോടെ അവരോട് പെരുമാറാൻ എങ്ങനെ പറ്റുന്നു, അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ എൻഗേജ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ കളിക്കാൻ പറ്റുന്നത്, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യാം, അതൊക്കെ എൻജോയ് ചെയ്യാം. അപ്പൊ ടീച്ചർ ആയിട്ടിരിക്കുമ്പോഴും നമ്മൾ അവരുടെ ഒപ്പം തന്നെ എന്ത് ചെയ്യാം, നമ്മൾ നിങ്ങൾ കാര്യം വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മളൊക്കെ പഠിപ്പിച്ച് ചെല്ലുമ്പോ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് കുഞ്ഞി കുട്ടികളാണ്. അവരുടെ മനസ്സായിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരാൻ പോകുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇത്രയും നമ്മളുടെ അതേ ഒരു ഏജുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മൾ ആ ഒരു ലെവലാണ്. പക്ഷെ നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളോട് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഏജിലേക്ക് പോകും. അവരുടെ ഒപ്പം കളിക്കാൻ തുടങ്ങും. അവര് എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടപ്പെടുന്നത് അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങും. അങ്ങനെ നമ്മൾ ആ ഒരു രീതിയിൽ എൻജോയ് ചെയ്യാനൊക്കെ നോക്കാം പാരന്റ്സും അതേപോലെ ടീച്ചേഴ്സും. Who explain the effects of the child behavior on others and who concentrate more on teaching what to do rather than on what not to do. നമ്മൾ എന്ത് ചെയ്യാ, ഇത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത് പറ്റും എന്നുള്ള കാര്യം അവന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇന്നത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് അവൻ പറഞ്ഞു കൊടുത്തെങ്കിൽ അതെന്തുകൊണ്ടാണ് ചോദിക്കും. അതിന് കാരണം, വ്യക്തമായ കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി പിന്നെ അത് ചെയ്യില്ല. നമ്മളത് എന്ത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്ന് വാശിയൊന്നും പിടിക്കാണ്ട്
ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇന്നതുപോലെയാണ് ചെയ്യേണ്ടത്. കാര്യങ്ങൾ അവന് പറഞ്ഞ് മനസ്സിലാക്കി അവനെ ട്രെയിൻ ചെയ്യുകയും ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ ടീച്ചേഴ്സിന്റെ പാരന്റ്സിന്റെ ഉത്തരവാദിത്തമാണ്. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നാളെ നമുക്ക് കുട്ടികളെ അടുത്ത് കിട്ടുള്ളൂ, അല്ലെ നമ്മുടെ മക്കളായാലും അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളായാലും കുറച്ച് നാള് ആ ഒരു ടൈം ഇപ്പൊ ഈ സ്കൂൾ ഏജിൽ മാത്രമേ നമുക്ക് അവരെ കിട്ടുള്ളൂ. ആ ടൈമിൽ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കുക, നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുക. കാരണം ആ ഒരു ഏജിൽ അവർ നമ്മള് എന്താ പറയാ, നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ ഓരോരുത്തരും ചെയ്തില്ല, നമ്മൾ ഇങ്ങനെ ഒരു ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അവര് മറക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അവർക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നല്ല സപ്പോർട്ടീവ് ആയിട്ട് നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യുക, ചെയ്തു കൊടുക്കാനായിട്ട് നമ്മൾ നോക്കാം. ടീച്ചേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. മോറൽ ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ ഒരു ഏജിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. എല്ലാവരും റെക്കോർഡൊക്കെ എഴുതണില്ലേ? ഡൗട്ട് ഒന്നും ഇല്ലാലോ? മാം, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്റെ റെക്കോർഡ് തീർന്നു. എനിക്കിനി നോവലും ഡ്രാമ ഒക്കെ എഴുതാറുണ്ട്. അപ്പൊ എനിക്ക് ആ സോങ് എഴുതിയ റെക്കോർഡിന് ബാക്കി കിടപ്പുണ്ട്, അതിലോട്ട് എഴുതിയാൽ മതിയായിരിക്കും? ഓക്കെ, പേജസ് കിട്ടാൻ അവൈലബിൾ ആയിരിക്കോ വേറെ റെക്കോർഡ് ടൈപ്പ് പേജുകൾ? അത് മറ്റേ പഴയ റെക്കോർഡിന്റെ അകത്ത് ഞാൻ ചോദിച്ചിട്ട് പറയട്ടേടാ. അല്ലെങ്കിൽ പേജസ് കിട്ടുകയാണെങ്കിൽ നമുക്കത് പേസ്റ്റ് ചെയ്യാം, ഏതിലേക്ക്, സ്റ്റോറി ബുക്കിലേക്ക് പേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ എഴുതാൻ പറ്റുമോ നോക്കാം കേട്ടോ. ഞാൻ അടുത്ത ക്ലാസ് പറയാം എങ്ങനെയാണ്. ഇനി നോവലും പിന്നെ ഏതാ എഴുതാനുള്ളത്? നോവൽ തൊട്ട് അങ്ങോട്ട് ആ 3 ഡ്രാമയും നോവലും പിന്നെ മൈമിന്റെ സ്ക്രിപ്റ്റും, അത് 3 എഴുതാനുള്ളത്. 3 ഉണ്ടല്ലേ? ബാക്കി വേറെ എന്തെങ്കിലും ഡൗട്ട് അതിനെ കുറിച്ച്? നോവലൊക്കെ എന്താ എഴുതുക? വലിയ നോവൽ എഴുതേണ്ടത്? ഒരുപാട് വലുതൊന്നും വേണ്ട, ഒരു 5-8 പേജൊക്കെയുള്ള നോവല് മതിയാവും. ഇഷ്ടമുള്ള നോവൽ എഴുതിക്കോ. ഒരുപാട് നോവലുകൾ നമ്മൾ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഠിക്കുന്നതുണ്ടാവും, അങ്ങനത്തെ നോവൽസുകൾ. ചെറിയ നോവലാണല്ലോ വേണ്ടത്. ഹാരി പോട്ടർ, അതേപോലെ അങ്ങനത്തെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നോവൽസ് ഒക്കെ ഉണ്ടാവും ഇല്ലേ? അതൊക്കെ അങ്ങനത്തെ ടൈപ്പ്. സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതുക? സ്ക്രിപ്റ്റ് കോൺവെർസേഷൻ ടൈപ്പ്. നമുക്ക് സ്റ്റോറീസ് ഉണ്ടാവും കോൺവെർസേഷൻ ടൈപ്പ്. ഒരു കഥ പറയുന്നത് എങ്ങനെയായിരിക്കും? കോൺവെർസേഷൻ വഴിയായിരിക്കും കഥ പറഞ്ഞു പോകുന്നത്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു രാജാവിന്റെ കാര്യമെന്ന് വിചാരിക്കുക, ഞാൻ കഥ പറയാം. ഇതൊരു കോൺവെർസേഷൻ ടൈപ്പ് സ്റ്റോറി ആണ്. എനിക്ക് തോന്നുന്നത് ഇതിലുള്ള 6th സ്റ്റാൻഡേർഡ് ആണ് തോന്നുന്നത്, സ്റ്റേറ്റ് ആണ്, 6th സ്റ്റാൻഡേർഡ് സ്റ്റോറിയാണ്. ഒരു രാജാവ് എന്ത് ചെയ്തു, എല്ലാ കുട്ടികൾക്കും എന്ത് കൊടുത്തു? വിത്ത് കൊടുത്തു, ഒരു വിത്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആ രാജാവിന് മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വിത്ത് നല്ല രീതിയിൽ പരിപാലിപ്പിക്കുന്ന കുട്ടിക്കിനായിരിക്കും ഞങ്ങൾ എന്ത് ചെയ്യണത്, അടുത്ത രാജകുമാരനായിട്ട് തെരഞ്ഞെടുക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, ഒരു 30 ദിവസം അവധിയും കൊടുത്തു, അല്ലെങ്കിൽ 30 ദിവസം സമയവും കൊടുത്തു. എല്ലാവരും 30 ദിവസം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, അവര് തയ്യാറാക്കിയ ചെടി, അതേപോലെ പൂക്കളൊക്കെ ഉള്ള ഒരു ചെടിയൊക്കെ ആയിട്ട് രാജാവിനെ കാണാൻ പോയി. അപ്പൊ പക്ഷെ ഒരു ബാലൻ മാത്രം എന്ത് ചെയ്തില്ല, അവനോട് ചോദിച്ചു, എന്റെ അച്ഛൻ ഇങ്ങനെ ചോദിച്ചു, നീ എന്താ പോവാത്തത്? അപ്പൊ അവൻ പറഞ്ഞു, എന്റെ ചെടി ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല, മുളച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് ഒന്നും ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. കാരണം ബാക്കി എല്ലാവരും നല്ല ചെടിച്ചട്ടിയിൽ നല്ല പൂക്കള് ഫലങ്ങളൊക്കെ ഉള്ള ചെടികളൊക്കെ ആയിട്ടാ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ടൈപ്പ്. അപ്പൊ ആ കുട്ടിയും അച്ഛനും തമ്മിലുള്ള കോൺവെർസേഷൻ. അത് കഴിഞ്ഞ് ഇവൻ ഈ ഒരു പോട്ടായിട്ട് രാജകൊട്ടാരത്തിലേക്ക് പോവാ. അപ്പൊ ഈ പോട്ടിൽ കാണുമ്പോ മറ്റുള്ളവർ കളിയാക്കുന്നുണ്ട്. അപ്പൊ അവർ തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാജാവ് എല്ലാവരോടും ചോദിച്ചു, ബാലനോട് ചോദിച്ചു, നിനക്ക് എന്താ വന്ന് മുളയ്ക്കാണ്ട് എന്നൊക്കെ ചോദിച്ചു. കുട്ടി പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ എല്ലാ ദിവസവും എല്ലാവരും നല്ല രീതിയിൽ ചെയ്തു, പക്ഷെ എനിക്ക് മാത്രം ഇത് മുളച്ചില്ല, അത് എന്റെ തെറ്റാണ് രാജാവ്, ഇങ്ങനെ പറയണതായാലും ഞാൻ ഇത് ചെയ്തോളാന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു, ഇവരെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇവനാണ് നിങ്ങളുടെ ഞാൻ ഭരണാധികാരി. കാരണം ഞാൻ എല്ലാവർക്കും കൊടുത്ത വിത്ത് എങ്ങനത്തെ ആയിരുന്നു, റോസ്റ്റഡ് ആയിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ്റ്റഡ് വിത്ത് ഉണ്ടല്ലോ, വറുത്ത അങ്ങനെ റോസ്റ്റ് ചെയ്ത വിത്തായിരുന്നു. അതൊരിക്കലും മുളക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇവൻ മാത്രമാണ്
ഇവൻ മാത്രമാണ് അങ്ങനത്തെ ഇത് എന്താ പറയാ റോസ്റ്റഡ് ഇവൻ മാത്രമാണ് സത്യസന്ധൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കഥ. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് കഥകൾ ഉണ്ടാവില്ലേ, കോൺവെർസേഷൻ ടൈപ്പ് സ്റ്റോറീസ്. ഒരാൾ പറഞ്ഞു അതിനനുസരിച്ച് മറുപടി പറയുന്ന രീതിയിൽ അങ്ങനത്തെ ടൈപ്പ് കേട്ടോ. ഓക്കെ ഓക്കെ അല്ലേ? കോൺവെർസേഷൻ ഡ്രാമ 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 അല്ലേ പറഞ്ഞത്, കോൺവെർസേഷൻ. ഓക്കെ അപ്പൊ താങ്ക് യു. ഇതൊക്കെ നമുക്ക് ഡ്രാമയുടെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഓരോ സ്റ്റേജും ഇതിന്റെ കാര്യങ്ങളാണ് ഇന്നത് ഇന്ന പ്ലേസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ രാജകൊട്ടാരമാണ് കാണുന്നത്, ഇന്ന കാര്യങ്ങൾ ഉണ്ടെന്ന് ബ്രാക്കറ്റിൽ കൊടുക്കണം. ഇന്ന കാര്യങ്ങൾ സ്റ്റേജിൽ നമ്മൾ ഡ്രാമയൊക്കെ എഴുതുമ്പോൾ അങ്ങനെ എഴുതാറുണ്ടല്ലോ, ഇന്ന കാര്യങ്ങളൊക്കെ വേണം അങ്ങനത്തെ രീതിയിൽ അത് പ്രസന്റ് ചെയ്യാൻ നോക്കാം. നിങ്ങൾ ചെയ്യണത് നിങ്ങളുടെ ബെസ്റ്റ് ആയിരിക്കേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ നിന്ന് നിങ്ങൾ പേഴ്സണൽ ആയിട്ട് ചെയ്യുന്നത് അത് ഓരോന്നും എടുത്ത് വാലുവേറ്റ് ഞങ്ങൾ ചെയ്യില്ല. റെക്കോർഡാണ് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ താങ്ക് യു. ടീച്ചർ ലോങ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് 2-3 പേജ് ഒന്നും ഇല്ല കേട്ടോ, 1.5 പേജൊക്കെ ഉള്ളൂ. ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോറി അല്ലേ, അപ്പൊ ചെറിയ സ്റ്റോറിയാ നോക്കിയത്. ഓക്കെ കുഴപ്പമില്ല.